السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم واعلم أمة سيدنا محمد. അല്ലാഹു സുബ്ഹാനഹു വതആല നാം പറയുന്നതും കേൾക്കുന്നതുമെല്ലാം സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. നമ്മളിൽ നിന്നും വന്നുപോയ ചെറുതും വലുതും രഹസ്യമായും പരസ്യമായതുമായ എല്ലാ ദോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നാളെ ആഖിറത്തിൽ അവൻ്റെ ജന്നാത്തുൻ നഈമിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ മുൽക്കിലെ ആശയ വിശദീകരണ പഠന ക്ലാസ്സാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിവരിച്ചത് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചും അവൻ്റെ മഹത്തായ കഴിവിനെക്കുറിച്ചും ഖുദ്റത്തിനെ സംബന്ധിച്ചുമാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വതആല 7 ആകാശങ്ങളെ പടച്ചു. എന്നിട്ട് അതിൽ എന്തെങ്കിലും പിഴവുകളോ എന്തെങ്കിലും ന്യൂനതകളോ പൊട്ടലുകളോ വിള്ളലുകളോ ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. ഒരിക്കലുമില്ല. അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയിലും ഒരു തഫാവുത്ത്, ഒരു ഏറ്റവ്യത്യാസവും കാണാൻ കഴിയുകയില്ല എന്നൊക്കെ സ്ഥിരീകരിച്ചു. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഖുദ്റത്തിൻ്റെ മേൽ അറിയിക്കുന്ന കാര്യങ്ങൾ പറയുകയാണ്. അഥവാ ആകാശത്തെക്കുറിച്ച് തന്നെയാണ് ഇന്നും പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് സയ്യന്ന السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, വലഖദ് സയ്യന്ന السماء الدنيا بمصابيح. വലഖദ് തീർച്ചയായും സത്യം, സയ്യന്ന السماء الدنيا ഭൂമിയോടടുത്ത ആകാശത്തെ നാം അലങ്കരിച്ചു. ഭൂമിയോടടുത്ത ആകാശം അൽ ഖുർബ ഇലൽ അർദ്. തഫ്സീർ ജലാലൈനിൽ കാണാം അൽ ഖുർബ ഇലൽ അർദ്, ഭൂമിയോടടുത്ത ആകാശം. അതേതാണ് ഭൂമിയോടടുത്ത ആകാശം?
ഒന്നാം ആകാശം. ഒന്നാം ആകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അലങ്കരിച്ചിരിക്കുന്നു ബിമസാബീഹ്, വിളക്കുകളെ കൊണ്ട് എന്ന് പറഞ്ഞാൽ ബിനുജൂം, നക്ഷത്രങ്ങളെ കൊണ്ട്. നക്ഷത്രങ്ങളെ കൊണ്ട് ഒന്നാം ആകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അലങ്കരിച്ചിരിക്കുകയാണ്. രാത്രിയാവുമ്പോൾ, നല്ല നിലാവുള്ള രാത്രി ഒന്ന് പുറത്തേക്കിറങ്ങി ആകാശത്തേക്കൊന്ന് നാം നോക്കിയാൽ ആകാശത്തിന് എന്തൊരു ഭംഗിയാണ്, എന്തൊരു ചന്തമാണ്. ഒന്ന് നോക്കിയാൽ അല്ലാഹ് ദീപാലങ്കാരമായ മിന്നി മിന്നി തിളങ്ങുന്ന ഒരുപാട് നക്ഷത്രങ്ങളെ നമുക്ക് കാണാം. സൂര്യൻ ഒരു നക്ഷത്രമാണ്. അതേപോലെ ആകാശത്തിൽ കോടാനകോടി നക്ഷത്രങ്ങളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത്. അതൊക്കെ എന്തൊരു ഭംഗിയാണ്, എന്തൊരു ചന്തമാണ്. അല്ലാഹുവിൻ്റെ അതിമഹത്തായ ഖുദ്റത്തിൻ്റെ മേൽ അറിയിക്കുന്ന കാര്യങ്ങളാണിതൊക്കെ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലഖദ് സയ്യന്ന അസ്സമാഅ അദ്ദുനിയാ ബിമസാബീഹ്, ഒന്നാം ആകാശത്തെ നാം അലങ്കരിച്ചിരിക്കുന്നു ബിമസാബീഹ്, നക്ഷത്രങ്ങളെ കൊണ്ട് നാം അലങ്കരിച്ചിരിക്കുന്നു. നക്ഷത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ചു. എന്നാൽ ആ നക്ഷത്രങ്ങളെ കൊണ്ട് അലങ്കാരം മാത്രമാണോ ഉള്ളത്? അല്ല. വജഅൽനാഹാ റുജൂമൻ ലിശ്ശയാത്തീൻ, വജഅൽനാഹാ, ആ നക്ഷത്രത്തെ നാം ആക്കുകയും ചെയ്തിരിക്കുന്നു, റുജൂമൻ, എറിയപ്പെടുന്ന ഉപകരണങ്ങളാക്കുകയും ചെയ്തിരിക്കുന്നു. എറിയപ്പെടുന്ന ഉപകരണങ്ങൾ, മറാജീം. ലിശ്ശയാത്തീൻ, ആരെ? ലിശ്ശയാത്തീൻ, മലക്കുകൾ തമ്മിൽ സംസാരിക്കുന്ന, സംസാരം കട്ട് കേൾക്കുന്ന പിശാചുക്കളെ എറിയുന്ന ഉപകരണങ്ങളും ആക്കിയിരിക്കുന്നു. ചെങ്കോലുകൾ, ചെങ്കോലുകൾ. ഷിഹാബുൻ അനിൽ കൗക്കബ് എന്ന് പറഞ്ഞാൽ നക്ഷത്രത്തിൽ നിന്നുള്ള ഒരു ചെങ്കോൽ. ആ ചെങ്കോല് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്ന് പിശാചുക്കളെ എറിഞ്ഞു കൊല്ലും. നക്ഷത്രത്തിൽ നിന്നുമുള്ള ചെങ്കോല് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ തമ്മിൽ സംസാരിക്കുന്ന സംസാരം കട്ടുകേട്ട് ഭൂമിയിലെ മനുഷ്യ പിശാചുക്കൾക്ക്, ജ്യോത്സ്യന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്ന ചാരപ്പണി ചെയ്യുന്ന പിശാചുക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എറിഞ്ഞുകൊല്ലും. ഈ നക്ഷത്രങ്ങളെ കൊണ്ട് പല ഉപയോഗങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഉപയോഗം വലഖദ് സയ്യന്ന അസ്സമാഅ അദ്ദുനിയാ ബിമസാബീഹ്, ഒന്നാം ആകാശത്തെ അലങ്കരിച്ചു. ആ അലങ്കാരം സീനത്ത്. രണ്ടാമത്തെ ഉപയോഗം മലക്കുകൾ തമ്മിൽ സംസാരിക്കുന്ന സംസാരം കട്ടുകേൾക്കുന്ന പിശാചുക്കൾ എറിഞ്ഞു കൊല്ലുക. അതാണ് രണ്ടാമത്തെ ഉപയോഗം. മൂന്നാമത്തെ ഉപയോഗം യാത്രക്കാരായ സഞ്ചാരികൾക്ക് ദിശ മനസ്സിലാക്കാൻ, കിഴക്ക്, വടക്ക്, തെക്ക്, പടിഞ്ഞാറ്, ഇങ്ങനെയുള്ള ദിശ മനസ്സിലാക്കാൻ അവരൊക്കെ ഈ നക്ഷത്രം നോക്കിയായിരുന്നു സഞ്ചരിക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള 3 ഉപയോഗങ്ങൾ പ്രത്യേകിച്ചും ഈ നക്ഷത്രങ്ങളെ കൊണ്ടുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വജഅൽനാഹാ റുജൂമൻ ലിശ്ശയാത്തീൻ, വജഅൽനാഹാ, ആ നക്ഷത്രത്തെ നാം ആക്കുകയും ചെയ്തു, റുജൂമൻ ലിശ്ശയാത്തീൻ, മലക്കുകൾ തമ്മിൽ സംസാരിക്കുന്ന സംസാരം കട്ടുകേട്ട് ഭൂമിയിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ആ ജിന്ന് പിശാചുക്കളെ എറിയുന്ന ഉപകരണങ്ങളാക്കുകയും ചെയ്തു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധിയിൽ സഹാബികൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ബൈനമാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസും ഫീ നഫർ മിൻ അസ്ഹാബി, സഹാബികളിൽ നിന്നുള്ള ഒരു വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇദ് റുമിയ ബിനജ്മിൻ ഫസ്തനാർ, അപ്പോൾ ഒരു തീനാളം എറിയപ്പെടുകയുണ്ടായി. ഒരു തീനാളം ഇങ്ങനെ പോയി ആകാശത്തൂടെ, ഒരു തീജ്വാല പോയി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു,
മാ കുൻതും തഖൂലൂൻ ലിമിസ്ലി ഹാദാ ഫിൽ ജാഹിലിയ്യത്ത് ഇദാ റഅയ്തുമൂ. നിങ്ങൾ എന്താണ് പറയാറുള്ളത് നിങ്ങളുടെ ജാഹിലിയായ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ളൊരു തീനാളം തീജ്ജാലങ്ങനെ പോയാൽ അതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് പറയാറുള്ളത്? സഹാബികളോട് ചോദിക്കുക, നിങ്ങളുടെ ജാഹിലിയായ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ളൊരു തീനാളം ആകാശത്തോടുകൂടെ പറക്കുന്നത് നിങ്ങൾ കണ്ടാൽ അതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് പറയാറുള്ളത്? അപ്പോൾ സഹാബികൾ പറയുകയാണ്, ഖാലൂ കുന്നാ നഖൂൽ യമൂതു അദീം ഔ യൂലദു അദീം. ഏതോ ഒരു വലിയ ആള് ഭൂമിയിൽ നിന്നും മരണപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ മേൽ അറിയിക്കുന്നതാണ് ഇങ്ങനൊരു തീനാളം ആകാശത്തോടുകൂടെ പറക്കുന്നത് കണ്ടാൽ എന്നാണ് ഞങ്ങൾ ജാഹിലിയായ കാലഘട്ടത്തിൽ പറയാറുള്ളത്. ഔ അല്ലെങ്കിൽ യൂലദു അദീം, ഒരു കുഞ്ഞ് പ്രസവിച്ചിരിക്കുന്നു, വലിയൊരു മനുഷ്യനാവാനിരിക്കുന്ന ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു എന്നതാണ് ഞങ്ങൾ ഇങ്ങനെയുള്ളൊരു തീനാളം പോകുമ്പോൾ ഞങ്ങൾ പറയാറുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളെ തിരുത്തുകയാണ്, അങ്ങനെയല്ല. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നഹു ലാ യുർമാ ബിഹി ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി. ആകാശത്തിലൂടെ ഇങ്ങനെ തീനാളം പോകുന്നത് ഏതോ ഒരു മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മരണപ്പെട്ടതുകൊണ്ടല്ല, ഏതോ ഒരു മനുഷ്യക്കുഞ്ഞ് പ്രസവിച്ചതിൻ്റെ മേൽ അറിയിക്കുന്ന ഒരു അടയാളവും ഒന്നും അല്ല. പിന്നെ എന്താണെന്നറിയുമോ? വലാകിന്ന റബ്ബനാ തബാറക ഇസ്മുഹു വതആല. എങ്കിലും അല്ലാഹു സുബ്ഹാനഹു തആല അവൻ മേലെയായവനാണ്, അവൻ ഉന്നതനാണ്. ഇദാ ഖദാ അംറാ, ഏതെങ്കിലും ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വതആല തീരുമാനിച്ചു കഴിഞ്ഞാൽ സബ്ബഹ മലക്കത്തുൽ അർശ്, അപ്പോഴതാ അർശിനെ നോക്കാൻ ഏൽപ്പിച്ച മലക്കുകൾ തസ്ബീഹ് ചൊല്ലുന്നു. സുമ്മ സബ്ബഹ അഹ്ലുസ് സമാഇൽ ലദീന യരൂനഹും, പിന്നെ അവരോടടുത്ത തൊട്ടടുത്തുള്ള ആകാശത്തിലെ മലക്കുകളും തസ്ബീഹ് ചൊല്ലുന്നു, അഥവാ ഏഴാം ആകാശത്തിലെ മലക്കുകളും തസ്ബീഹ് ചൊല്ലുന്നു. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അവരോടടുത്തുള്ളവരും അതാ തസ്ബീഹ് ചൊല്ലുന്നു, അഥവാ ആറാം ആകാശത്തിലെ മലക്കുകളും തസ്ബീഹ് ചൊല്ലുന്നു. പിന്നെ അത് കേട്ട് അഞ്ചാം ആകാശത്തിലെ മലക്കുകളും തസ്ബീഹ് ചൊല്ലുന്നു, അത് കേട്ട് നാലാം ആകാശത്തിലെ മലക്കുകളും തസ്ബീഹ് ചൊല്ലുന്നു. അങ്ങനെ മൂന്നാം ആകാശം, രണ്ടാം ആകാശം, ഹത്താ യബ്ലുഗ തസ്ബീഹു ഇലാ ഹാദിഹി സമാ, അങ്ങനെ ഭൂമിയോടടുത്ത ഒന്നാം ആകാശത്തിലെ മലക്കുകൾ വരെ തസ്ബീഹ് ചൊല്ലുകയാണ്. ഇത് കേട്ട് ഓരോ ആകാശത്തിലെയും മലക്കുകൾ ഇങ്ങനെ തസ്ബീഹ് ചൊല്ലും. എന്നാൽ ആകാശത്തുള്ള ആറാം ആകാശത്തുള്ള മലക്കുകൾ ഏഴാം ആകാശത്തുള്ള മലക്കുകളോട് ചോദിക്കുകയാണ്, മാദാ ഖാല റബ്ബുക്കും, എന്താണ് പുതിയതായിട്ട് നിന്റെ റബ്ബ് പറഞ്ഞത്? പുതിയതായ എന്തെങ്കിലും ഒരു കാര്യമുണ്ടായിട്ടുണ്ടല്ലോ, അതെന്താണ്? ഖാല ഫയുഖ്ബിറൂനഹും, അത് ഏഴാം ആകാശത്തെ മലക്കുകൾ ആറാം ആകാശത്തെ മലക്കുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ثم يستخبرون أهل كل سماء حتى يبلغ الخبر أهل السماء الدنيا. അങ്ങനെ ഈ ഒരു സന്ദേശം ഏഴാം ആകാശത്തിൽ നിന്നും ആറാം ആകാശത്തിലേക്ക്, ആറാം ആകാശത്തിൽ നിന്നും അഞ്ചാം ആകാശത്തിലേക്ക്, അവരിൽ നിന്നും നാലാം ആകാശത്തിലേക്ക്, അവരിൽ നിന്നും മൂന്നാം ആകാശത്തിലേക്ക്, അവരിൽ നിന്നും രണ്ടാം ആകാശത്തിലുള്ള മലക്കുകൾക്ക്, അവരിൽ നിന്നും ഒന്നാം ആകാശത്തുള്ള മലക്കുകൾക്ക് ഈ സന്ദേശം എങ്ങനെ കൈമാറി? ഈ ഒന്നാം ആകാശത്തെ മലക്കുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അത് ജിന്ന് പിശാചുക്കൾ കട്ടുകേൾക്കും. അതുകൊണ്ടാണ് അവരെ ഇങ്ങനെ എറിയപ്പെടുന്നത്. അവരെന്താ ചെയ്യുക? ഒന്നാം ആകാശത്തുള്ള മലക്കുകൾ തമ്മിൽ സംസാരിക്കുന്ന ആ സംസാരം, അതിൻ്റെ കൂടെ ഇവരെ വക ഒരുപാട് കളവുകളും ചേർത്ത് ഭൂമിയിലെ ജിന്ന് പിശാചുക്കൾക്ക്, ജ്യോത്സ്യന്മാർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെ അല്ലാഹു സുബ്ഹാനഹു തആല ഈ നക്ഷത്രത്തിൽ നിന്നുള്ള ചെങ്കോല് കൊണ്ട്, തീനാളം കൊണ്ട് എറിയുകയാണ് ചെയ്യുന്നത്. അതാണ് നിങ്ങൾ ആക്കേണ്ടത്. അല്ലാതെ ഭൂമിയിൽ ഏതെങ്കിലും ഒരാൾ ജനിക്കുന്നതിൻ്റെ പേരിലോ ഏതെങ്കിലും ഒരാൾ മരിക്കുന്നതിൻ്റെ പേരിലോ ഒന്നുമല്ല ഈ തീനാളം പോകുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വജഅൽനാഹാ റുജൂമൻ ലിശ്ശയാത്തീൻ. വജഅൽനാഹാ,
ആ നക്ഷത്രത്തെ നാം ആക്കുകയും ചെയ്തു റുജൂമൽ ലിശ്ശയാത്തീൻ, പിശാചുക്കളെ എറിയുന്ന ഉപകരണങ്ങളാക്കുകയും ചെയ്തു. മലക്കുകൾ തമ്മിൽ സംസാരിക്കുന്ന സംസാരം കട്ടുകേൾക്കുന്ന ജിന്ന് പിശാചുക്കൾക്ക് ദുനിയാവിൽ നിന്നും ചെങ്കോലുകളെ കൊണ്ടുള്ള ഏറാണെങ്കിൽ നാളെ ആഖിറത്തിലെത്തുമ്പോൾ അവർക്ക് അതിനേക്കാൾ വലിയ ശിക്ഷയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്നത്. വഅഅതദ്നാ ലഹും അദാബസ് സഈർ, വഅഅതദ്നാ ലഹും, നാം അവർക്ക് ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു അദാബസ് സഈർ, നരകത്തിലെ ശിക്ഷ. നരകത്തിലെ ശിക്ഷ അവർക്ക് നാം ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. വീണ്ടും അത് അല്ലാഹു തആല പറയുന്നു നരകത്തിലെ ശിക്ഷയെക്കുറിച്ച്. ആർക്കാണ് നരകത്തിലെ ശിക്ഷ ലഭിക്കുന്നത്? വലില്ലദീന കഫറൂ ബിറബ്ബിഹിം, മനുഷ്യവർഗത്തിൽ നിന്നും ഭൂതവർഗത്തിൽ നിന്നും അവരുടെ റബ്ബിനെ അവിശ്വസിച്ച വിഭാഗം, ആ വിഭാഗത്തിനുണ്ട് അദാബു ജഹന്നം, ജഹന്നം എന്ന നരകം കത്തിയാളുന്ന നരകമാണ്. വബിഅ്സൽ മസീർ, അവരുടെ മടക്കസ്ഥലം വളരെ മോശമാണ്. എത്ര മോശമാണ് അവരുടെ മടക്കസ്ഥലം. റഹ്മാനായ അള്ളാഹുവിനെ വിശ്വസിക്കാതെ ജീവിച്ച മനുഷ്യന്മാർ, റഹ്മാനായ അള്ളാഹുവിനെ വിശ്വസിക്കാതെ ജീവിച്ച ജിന്നുകൾ, അള്ളാഹുവിൻ്റെ മുർസലീങ്ങൾ വന്ന് നിങ്ങൾ അള്ളാഹുവിനെ വിശ്വസിക്കണം, ഞാൻ അവൻ്റെ റസൂലാണെന്നും നിങ്ങൾ അംഗീകരിക്കണമെന്ന് പറയുമ്പോൾ അതിനൊരുപാട് തെളിവുകളും കാണിച്ചു കൊടുത്തപ്പോൾ അതൊന്നും ചെവികൊള്ളാതെ, അതൊന്നും കേൾക്കാതെ അള്ളാഹുവിനെ അവിശ്വസിച്ച അവരുടെ മുർസലീങ്ങളെ, അവരിലേക്ക് അയക്കപ്പെട്ട അമ്പിയാക്കന്മാരെ അവിശ്വസിച്ച ആ അവിശ്വാസികൾക്കതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ജഹന്നമെന്ന നരകം തയ്യാർ ചെയ്തിരിക്കുകയാണ്. ആ നരകത്തിലാണ് അവരെ ഇടുന്നത്. നരകമെന്ന തീക്കുണ്ടാരം അത്യധികം ആഴവും വ്യാപ്തിയും ഭയാനകതയുമുള്ള ക്രൂരത നിറഞ്ഞതുമായൊരു സ്ഥലമാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഞങ്ങൾ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ അതാ ഒരു വലിയ ശബ്ദം കേൾക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്താണ് ആ ശബ്ദമെന്നത് നിങ്ങൾക്കറിയുമോ? എന്നിട്ട് അല്ലാഹു തആലാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, 70 വർഷങ്ങൾക്ക് മുമ്പ് നരകത്തിൽ എറിയപ്പെട്ട ഒരു കല്ല്, ആ കല്ല് ഇപ്പോഴാണ് നരകത്തിൻ്റെ അടിത്തട്ടിലെത്തിയത്. ആ ശബ്ദമാണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ എത്ര ആഴമായിരിക്കും നരകത്തിൻ്റെ ആഴം! ആ നരകത്തിലെ ശിക്ഷ എത്രമാത്രം വലിയ ശിക്ഷയായിരിക്കും! അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇദാ ഉൽഖൂ ഫീഹാ സമിഉ ലഹാ ഷഹീഖാ വഹിയ തഫൂർ. ഇദാ ഉൽഖൂ, കാഫിരീങ്ങൾ ആ നരകത്തിലേക്ക് ഇടപെട്ടാൽ, ഇദാ ഉൽഖൂ ഫീഹാ, മനുഷ്യവർഗത്തിൽ നിന്നും ജിന്ന് വർഗത്തിൽ നിന്നും അള്ളാഹുവിനെ അവിശ്വസിച്ച അവിശ്വാസികളെ നരകത്തിലേക്ക് ഇടപെട്ടാൽ സമിഉ ലഹാ, ആ നരകത്തിൽ നിന്നും അവർക്ക് കേൾക്കാൻ കഴിയുന്നതാണ് ഷഹീഖാ, ഒരു അട്ടഹാസം, സൗതം മുൻകറാ, മോശമായൊരു ശബ്ദം കേൾക്കാം. കസൗത്തിൽ ഹിമാർ, കഴുതയുടെ ശബ്ദം പോലെയുള്ളൊരു ശബ്ദം, വളരെ മോശമായ ശബ്ദം. കഴുതക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് കഴുതൊരു ശബ്ദം പുറപ്പെടുവിക്കും. ആ ശബ്ദത്തിനാണ് ഷഹീഖ് എന്ന് പറയുക. എന്നാൽ ഈ ഒരു പദത്തിന് തഫ്സീറായി മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ല പറയുന്നത് സിയാഹ, ഖാല ഇബ്നു ജരീർ, സിയാഹ ഒരു അട്ടഹാസമാണ് കേൾക്കാനിരിക്കുന്നത്. അവിശ്വാസികളെ നരകത്തിലേക്കങ്ങെറിയപ്പെടുമ്പോൾ അതാ ഒരു അട്ടഹാസം കേൾക്കാം. വഹിയ തഫൂർ, അപ്പോൾ ആ നരകം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. തിളച്ചതായ നിലയിലാണ് ആ നരകം.
മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അവിടുത്തെ തഫ്സീറിൽ പറയുകയാണ്, കമാ യുഗ്ലൽ ഹബ്ബുൽ ഖലീൽ ഫിൽ മാഇൽ കസീർ. ഒരൽപ്പം ധാന്യം കുറേ വെള്ളത്തിലിട്ടിങ്ങനെ തിളപ്പിക്കുമ്പോഴുണ്ടാകുന്ന തിളക്കലുണ്ടല്ലോ, അതുപോലെ അതാ നരകമിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്കാണ് മനുഷ്യവർഗത്തിൽ നിന്നും ജിന്നവർഗത്തിൽ നിന്നും അല്ലാഹു തആല അവിശ്വസിച്ച വിഭാഗത്തെ എറിയുന്നത്. പ്രിയപ്പെട്ടവരെ, നരകത്തിലെ ചൂടിനെക്കുറിച്ചും അതിൻ്റെ കാഠിന്യത്തെക്കുറിച്ചും വിവരിക്കാൻ നമുക്കാർക്കും കഴിയില്ല. അത് മനസ്സിലാക്കാനും അത് കൃത്യമായി അതുള്ളതുപോലെ മനസ്സിലാക്കാനും നമുക്കാർക്കും കഴിയില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുർആനിലൂടെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അത് അങ്ങനെ തന്നെ വിശ്വസിക്കൽ നിർബന്ധമാണ്. വിശുദ്ധ ഖുർആനിൽ നിന്നും ഒരു ഹർഫിനെ നിഷേധിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, ആർക്കും സംശയമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നരകത്തിൻ്റെ ഭയാനകതയും ഖബറിലെ അദാബിനെ കുറിച്ചൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനിലൂടെ പറയുമ്പോൾ വിശ്വാസിയാണോ അത് അങ്ങനെ തന്നെ വിശ്വസിക്കണം. അല്ലാത്തവർക്കത് തള്ളാം, അവരവരുടെ വഴിക്ക് പോകട്ടെ, നാം അവരെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ വളരെ കൃത്യമായി പറയുകയാണ് നരകത്തിലെ ശിക്ഷ. ആ ശിക്ഷയെക്കുറിച്ച് അതൊന്നും നമുക്ക് താങ്ങാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നവരെ തൊട്ടുള്ളൊരു ഹദീസിൽ കാണാം, നരകത്തിലെ തീയെക്കുറിച്ചതാ പറയുന്നു. അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഊഖിദ അലന്നാരി അൽഫ സന ഹത്താ ഹമറത്. അതാ നരകത്തിലെ തീയുണ്ടല്ലോ, അതിനെ 1000 വർഷം അതാ കത്തിക്കപ്പെടുന്നു. ഹത്താ ഹമറത്, അങ്ങനെ കത്തിച്ചതാ ആ തീ ചുവന്ന നിറമാകുന്നതുവരെ കത്തിക്കുകയാണ്. സുമ്മ ഊഖിദ അലൈഹാ അൽഫ സനതിൻ ഹത്താ ബിയളത്. വീണ്ടും അതാ ആ തീയെ 1000 വർഷം കത്തിക്കുകയാണ്. ഏതുവരെ? ഹത്താ ബിയളത്, അങ്ങനെ കത്തിച്ചതാ ആ തീ വെളുത്ത നിറമാവുകയാണ്. സുമ്മ ഊഖിദ അലൈഹാ അൽഫ സന, വീണ്ടും ആ തീയെ 1000 വർഷം കത്തിക്കുകയാണ്. ഹത്താ സ്വദ്ദത് ഫഹിയ സൗദാഉ മുദ്ലിമാ. അങ്ങനെ ആ ചുവന്ന ആ തീ പിന്നെ കത്തിച്ച് 1000 വർഷം കത്തിക്കുമ്പോൾ വെള്ള നിറമാകുന്നു. വീണ്ടും 1000 വർഷം കത്തിക്കുമ്പോഴതാ ഹത്താ സ്വദ്ദത് ഫഹിയ സൗദാഉ മുദ്ലിമാ, കറുകറുത്ത പുകയായി മാറുന്നു, കറുകറുത്ത തീയായി മാറുന്നു. നരകത്തിലെ തീൻ്റെ ചൂട് എത്രയായിരിക്കും പ്രിയപ്പെട്ടവരെ? ഒരു നിമിഷം പോലും നമുക്കത് സഹിക്കാൻ കഴിയില്ല. മുസ്ലിമീങ്ങളായാൽ തന്നെ തെറ്റു ചെയ്താൽ നമ്മുടെ തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുത്തു തന്നിട്ടില്ലെങ്കിൽ നാമും നരകത്തിൽ കടക്കേണ്ടി വരുമല്ലോ. ഒരു പക്ഷേ 50,000 വർഷമായിരിക്കും. ഒരു നിമിഷം നമുക്ക് നരകത്തിലെത്തി സഹിക്കാൻ കഴിയുകയില്ല. നരകത്തിന് 7 തട്ടുകളുണ്ട്, 7 വാതിലുകളുമുണ്ട്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആനിലൂടെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഹദീസിലൂടെയും നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. ആ നരകത്തിനെ നാളെ മഹ്ശറിലേക്ക് കൊണ്ടുവരുന്ന രംഗം അതൊന്നും വിശദീകരിക്കാൻ ഇവിടെ സമയമില്ല. ഒരൊറ്റ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. യുഅ്താ ജഹന്നം യൗമഇദിൻ ലഹാ 70,000 സിമാം. നാളെ മഹ്ശറിലേക്ക് അതാ നരകത്തെ കൊണ്ടുവരപ്പെടുകയാണ്. ലഹാ 70,000 സിമാം. 70,000 ചങ്ങലകളെ കൊണ്ട് ബന്ധിപ്പിച്ചിട്ടാണ് നരകത്തെ വലിച്ചു കൊണ്ടുവരുന്നത്. സഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. എന്നാൽ 70,000 ചങ്ങലകളെ കൊണ്ട് വലിച്ചാണ് നരകത്തെ കൊണ്ടുവരുന്നത് എങ്കിൽ മഅകുല്ലി സിമാമിൻ 70,000 മലിക്, ഓരോ ചങ്ങലയുടെയും കൂടെ 70,000 മലക്കുകളാണുള്ളത്. യജുറൂനഹാ, അങ്ങനെയാണ് ആ നരകത്തെ മഹ്ശറിലേക്ക് വലിച്ചു കൊണ്ടുവരുന്നത്. വല്ലാത്തൊരു ഭയാനകതയാണ്.
നരകത്തിൻ്റെ ശിക്ഷ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആ നരകത്തിൽ നമുക്കൊരു നിമിഷം പോലും കടക്കാൻ കഴിയില്ല. ഏതു സമയവും നാം ഓർക്കണം നരകത്തിലെ ശിക്ഷയെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാളെ ആഖിറത്തിൽ തരുന്ന സ്വർഗം, ആ സ്വർഗത്തിലെ സുഖങ്ങളെക്കുറിച്ചും രണ്ടും നാം ആലോചിക്കണം. എന്നിട്ട് ആ നരകത്തിൽ കടക്കാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിനെ ഓർത്ത് മുത്തഖിയായി നാം ജീവിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരാനിരിക്കുന്ന ആ സ്വർഗത്തിലേക്കെത്താൻ വേണ്ടി നാം ശ്രമിക്കണം. അതുകൊണ്ട് തന്നെ മുഅ്മിനായി മുത്തഖിയായി അള്ളാഹുവിനെ സൂക്ഷിച്ച് അമലുകൾ ചെയ്ത് തെറ്റുകളിലേക്ക് പോകാതെ, കുറ്റങ്ങളിലേക്ക് പോകാതെ, തെറ്റുകൾ ചെയ്യാതെ, കണ്ണുകളെ കൊണ്ട് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ കാണാതെ, ചെവികളെ കൊണ്ട് കേൾക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കേൾക്കാതെ, കണ്ണുകളെ കൊണ്ട് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ കാണാതെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ നമുക്ക് ഖബറിലെ ശിക്ഷ നാം അനുഭവിക്കേണ്ടി വരും, യാതൊരു സംശയവുമില്ല. ആ നരകം നാം ഇപ്പോൾ കേട്ട ആ നരകം വിശുദ്ധ ഖുർആനാണല്ലോ പറഞ്ഞത്. ആ നരകത്തിൽ നാം കിടക്കേണ്ടി വരും. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ശേഷമുള്ള ആയത്തുകളിലൊക്കെ ഇനിയും വിശദീകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറഞ്ഞതും കേട്ടതും സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും വന്നുപോയ എല്ലാ ദോഷങ്ങളും റഹ്മാനെ നീ പുറത്തു മാപ്പാക്കി തരണം. റഹ്മാനെ, നാളെ ഖബറിലെ ശിക്ഷയെ തൊട്ട് റഹ്മാനെ ഞങ്ങളെ കാത്തുരക്ഷിക്കണം. റഹ്മാനെ, നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഭാര്യമാർ, മക്കൾ, ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുമായി ബന്ധപ്പെട്ട ആരൊക്കെയാണോ അവരെ എല്ലാവരെയും നരകത്തിൻ്റെ ശിക്ഷയെ തൊട്ട് കാത്തുരക്ഷിക്കണം റഹ്മാനെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.